മരണം എന്തുകൊണ്ട് മരിച്ചുകൂടാ? എന്ത് നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? കൽപ്പാന്ത കാലത്തോളം ആരും ജീവിക്കാൻ പോകുന്നില്ല. മരണം അതനിവാര്യമാണ്. ഒരിക്കൽ മരിക്കണം. എന്നാൽ ആ നിമിഷം അവൻ അജ്ഞാതമാണെന്നു മാത്രം. പിന്നെന്തിന് ഞാൻ അതിനെ ഓർത്ത് സങ്കടപ്പെടണം? ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ മരണത്തിനുള്ള ദിവസവും കാത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ, ജീവിതത്തെ അത്യധികം സ്നേഹിച്ചിരുന്ന, ഒരു നീണ്ട ജീവിതം കൊതിച്ചുകൊണ്ട് അടിമുടി ഓരോ നിമിഷത്തെയും കൃത്യതയോടെ ചിട്ടപ്പെടുത്തിയിരുന്ന, ഈ പ്രകൃതിയെ ആരാധിച്ചിരുന്ന, ഈ നഗരത്തിലൂടെ ആരോഗ്യത്തോടെ തലയുയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ നടന്നിരുന്ന എത്രയോ മനുഷ്യർ അപ്രതീക്ഷിതമായി മരണത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. എൻ്റെ തല ഉടലിൽ നിന്നും വേർപെടണമെന്ന് ആഗ്രഹിച്ചിരുന്ന അവരിൽ ചിലരെങ്കിലും എനിക്ക് മുമ്പേ തന്നെ മരണത്തിലേക്ക് പോയിട്ടുണ്ടാവണം. അവർ തികച്ചും സ്വതന്ത്രരായിരുന്നു. അവർ ഈ ഭൂമിയിലെ ശുദ്ധവായു ആവോളം ആസ്വദിച്ചിരുന്നവരായിരുന്നു. അവർ നല്ല ആരോഗ്യവാന്മാരായിരുന്നു. എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ ചെറിയ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം സങ്കടത്തോടെ ചിന്തിക്കുന്നത്? കാറ്റും വെളിച്ചവും കടന്നു ചെല്ലാൻ മടിക്കുന്ന കാരാഗൃഹം, ഭയപ്പെടുത്തുന്ന അരണ്ട വെളിച്ചം, ചുറ്റിനും കനത്തതും കറുത്തിരുണ്ടതുമായ കൽക്കെട്ടുകൾ, പുളിച്ചു നാറിയതും അറപ്പുളവാക്കുന്നതുമായ ഭക്ഷണം, നിഷ്ഠൂരന്മാരായ ജയിൽ ജീവനക്കാർ, തികച്ചും അപമാനിക്കപ്പെടുന്ന, വെറുപ്പുളവാക്കുന്ന ഒരിടം. ഒരു നല്ല വാക്ക്, അല്പം സാന്ത്വനം, അതൊരിക്കലും അവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല. കാരുണ്യത്തിൻ്റെ നേരിയ ലാഞ്ചന പോലും ആരും എന്നിലേക്ക് ചൊരിയുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കൊലക്കയറിലേക്ക് ദിവസം എണ്ണിക്കഴിയുന്ന എന്നെ ഒരു മനുഷ്യജീവിയായി പോലും അവരാരും പരിഗണിക്കുകയില്ല. നന്നാവാനുള്ള എൻ്റെ അഭിവാഞ്ചയെ അവർ പുറം കാലുകൊണ്ട് തട്ടിമാറ്റുന്നു. ഈ അപമാനങ്ങൾ സഹിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആരാച്ചാർ എൻ്റെ ജീവനെ എൻ്റെ ശരീരത്തിൽ നിന്നും കവർന്നെടുക്കുന്നത്. പക്ഷേ മരണം അത് വളരെ ഭീകരമായ ഒന്നു തന്നെയാണ്. ആ കറുത്ത വണ്ടി എന്നെ കുപ്രസിദ്ധമായ ബിസ്ട്രയിലെ ജയിലിലെത്തിച്ചു. പുറമേ നോക്കിയപ്പോൾ അത്യധികം ശുദ്ധവായു ലഭിക്കുന്ന ഒരിടമാണിതെന്ന് തോന്നി. ഒരു കുന്നിൻ്റെ താഴ്വാരത്തായിരുന്നു ഈ ജയിൽ സ്ഥാപിച്ചിരുന്നത്. വിശാലമായ നടുമുറ്റങ്ങൾ അതിനെ ഭംഗിയുള്ളതാക്കുന്നു. പഴയകാല രാജകൊട്ടാരങ്ങളുടെ പ്രൗഢിയും ഗാംഭീര്യവും തോന്നിച്ചിരുന്നെങ്കിലും അകത്തേക്ക് കടന്നപ്പോൾ എനിക്ക് ബോധ്യമായി, ഇതും ഒരു സാധാരണ സർക്കാർ ഓഫീസിൻ്റെ നിലയിലാണെന്ന്. പൊട്ടിപ്പൊളിഞ്ഞ ഗോപുരങ്ങൾ കണ്ടപ്പോൾ ആദ്യം തോന്നിയ ആനന്ദം അസ്തമിച്ചു. ജയിൽ എപ്പോഴും ജയിലു തന്നെയാണല്ലോ. എല്ലാ അർത്ഥത്തിലും കുറ്റവാളികളുടെ മാനസികാവസ്ഥയിലേക്ക് ഈ കെട്ടിടത്തിൻ്റെ ഓരോ മൂലയും തരം താണു പോയിരുന്നു. കറുത്തിരുണ്ട ചെറുമുറികളും ഭയം ജനിപ്പിക്കുന്ന അന്തരീക്ഷവും ഇവിടെയും ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ഒരു രാക്ഷസൻ കോട്ട പോലെ ആ കെട്ടിടം ആകാശത്തേക്ക് തല ഉയർത്തി നിന്നു. ആ ഭീകരരൂപം എന്നെ ഗാഢമായി ആലിംഗനം ചെയ്തു. അതിൻ്റെ ഇരുമ്പ് വാതായനങ്ങൾ കഠിനവും ദയയില്ലാത്തതുമായിരുന്നു. എന്നെക്കുറിച്ചുള്ള ആധി അവിടുത്തെ കാവൽക്കാർക്ക് ആവശ്യത്തിലധികമുണ്ടായിരുന്നു. അവർ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു ചെറു കത്തി പോലും എനിക്ക് അനുവദിച്ചില്ല. എൻ്റെ കൺമുന്നിൽ അങ്ങനെയൊന്നില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. ആഹാരം കുത്തിക്കഴിക്കുന്ന സ്പൂൺ ഒഴിവാക്കി. എൻ്റെ കൈകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകാത്ത ഒരു മേൽവസ്ത്രമാണ് ധരിക്കാൻ തന്നത്. എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ ഉണ്ടാകണമെന്ന് അവർ ആത്മാർത്ഥമായും ആഗ്രഹിച്ചു. ഞാനെങ്ങാനും അത് സ്വയം ഇല്ലാതാക്കിയാലോ എന്ന് അവർ ഭയപ്പെട്ടു. ഞാൻ ഇവരോടൊപ്പം ഏറിയാൽ 6-7 ആഴ്ചകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുവരെ എൻ്റെ ജീവന് ഒരു കുഴപ്പവും സംഭവിക്കാതെ അതെടുക്കാനുള്ള ആരാച്ചാരുടെ അവകാശം സംരക്ഷിക്കേണ്ടത് ഇവരുടെ ബാധ്യതയാണ്. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ അവരെല്ലാം എന്നോട് വളരെ കരുണയോടെയാണ് പെരുമാറിയത്. മരണം അടുത്തിരിക്കുന്ന ഒരുവനോട് കാണിക്കുന്ന ഒരു ദയാനുകമ്പ മാത്രം. പക്ഷേ അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. വീണ്ടും ആ പഴയ ജയിലനുഭവങ്ങളിലേക്ക് തന്നെ ഞാൻ തിരിച്ചുപോയി. അവർ അവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. തടവുകാരോട് ക്രൂരമായി പെരുമാറുകയെന്നത് അവരുടെ അവകാശമാണല്ലോ. ആരാച്ചാരുടെ അടുത്തേക്ക് എത്തുന്നതിന് ഇനി അധിക നാളില്ലെന്ന് അവർ ഇടയ്ക്കിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എൻ്റെ പ്രായവും പഠിപ്പും ലാറ്റിനിൽ എനിക്കുണ്ടായിരുന്ന അല്പം അറിവും മാന്യമായ പെരുമാറ്റവും എനിക്കു ചില ഗുണങ്ങൾ ഉണ്ടാക്കിത്തന്നു. മറ്റു തടവുകാരോടൊപ്പം കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിനും
എൻ്റെ കൈകളുടെ ചലനങ്ങളെ തടസ്സപ്പെടുത്തും വിധം എന്നെ ധരിപ്പിച്ചിരുന്ന മേലുടുപ്പ് എടുത്തു മാറ്റുന്നതിനും അനുവദിച്ചു. പലതവണ നിഷേധിച്ചതിനു ശേഷം അവസാനം എനിക്ക് എഴുതാനായി ഒരു പേനയും കുറച്ച് പേപ്പറുകളും വൈകുന്നേരങ്ങളിൽ ഒരു മണ്ണെണ്ണ വിളക്കും അനുവദിച്ചു തന്നു. എല്ലാ ഞായറാഴ്ചകളിലും തടവുകാരുടെ കൂട്ടായ്മയ്ക്കും എണ്ണമെടുപ്പിനും ശേഷം വിശാലമായ പുൽത്തകിടിയിൽ ആരോഗ്യം നിലനിർത്താനുള്ള കായികാധ്വാനത്തിനും അനുവാദം കിട്ടി. ഈ സമയം ഞാൻ മറ്റു തടവുകാരുമായി ദീർഘസംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു. തടവുകാരാണെങ്കിലും അവരെല്ലാം തികച്ചും സന്തോഷവാന്മാരായിട്ടാണ് സംസാരിച്ചത്. അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് എന്നോട് പറഞ്ഞു. തങ്ങളുടെ പ്രവൃത്തികളെ അവർ വലിയ സംഭവങ്ങളായി അവതരിപ്പിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കള്ളന്മാരുടെ വിചിത്രമായ ഭാഷ വളരെ രസാവഹമാണ്. അവരെന്നെ അത് പഠിപ്പിക്കാൻ പരിശ്രമിച്ചു. നമ്മുടെ നിത്യജീവിതത്തിൽ നിന്നും വേർതിരിച്ചെടുത്തതും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരവുമായിരുന്നു ആ ഭാഷ. അവർക്കെന്നോട് ദയയും കാരുണ്യവും ഉണ്ടായിരുന്നു. എന്നോട് അങ്ങനെ ആരെങ്കിലും പെരുമാറുന്നുണ്ടെങ്കിൽ അതവർ മാത്രമായിരുന്നു. അവരില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഏകാന്തത എന്നെ എപ്പോഴേ ഭ്രാന്തനാക്കി മാറ്റിയേനെ. ഇവരാകട്ടെ തങ്ങൾ തികച്ചും വ്യത്യസ്തരായ മറ്റൊരു മനുഷ്യ വിഭാഗമായി സ്വയം വിശ്വസിക്കുകയും ചെയ്യുന്നു. അവർ പാവങ്ങളാണ്, തികച്ചും നിർഭാഗ്യവാന്മാരായ മനുഷ്യർ. നാം പണക്കാരെ ബഹുമാനിക്കുകയും ലോഹയിട്ടവരെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യരെ ഒരു നിമിഷമെങ്കിലും ഹൃദയത്തിലേക്ക് കയറ്റിവെക്കാൻ നമുക്കാവുന്നില്ല. എന്നാൽ യഥാർത്ഥ മനുഷ്യർ ഇവർ തന്നെയല്ലേ? പാറാവുകാരും ജയിൽ ജീവനക്കാരും എന്നെ കാണുന്നത് ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ്. ദയയും കനിവും അവരിൽ നിന്നും എന്നെ വാർന്നുപോയിരിക്കുന്നു. എൻ്റെ മുഖം കാണുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കും. ജീവനില്ലാത്ത ഒരു വസ്തുവിനോട് പെരുമാറുന്നത് പോലെയാണ് എപ്പോഴും അവരുടെ പെരുമാറ്റം. ഇത്തരം തീർത്തും വെറുക്കപ്പെട്ടൊരു സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ മനുഷ്യൻ്റെ സ്വഭാവത്തെ അറിയാൻ ശ്രമിക്കുന്നത്. ഇവരുടെ ഈറനണിഞ്ഞ കണ്ണുകൾ പരിശുദ്ധതയുടെ പ്രതീകമാണ്. ഇവർ എന്നെ വെറുക്കുന്നില്ല. ഇവർ എൻ്റെ തെറ്റുകളെ വിമർശിക്കുന്നില്ല. ഞാൻ എന്നോട് തന്നെ സ്വയം ചോദിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടും കടലാസിലേക്ക് പകർത്തി വെക്കുന്നത് നല്ലതല്ലേ എന്നാണ്. പക്ഷേ തണുത്തു വിറങ്ങലിച്ചതും നഗ്നമായതുമായ ഈ കരിങ്കൽ ചുമരുകൾക്കിടയിൽ വീർപ്പ് മുട്ടിക്കഴിയുന്ന ഞാൻ എങ്ങനെ എഴുതി തുടങ്ങും? എൻ്റെ കാലുകൾക്ക് ചലിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. എൻ്റെ കണ്ണുകൾക്ക് ദീർഘമായിട്ടൊന്നും കാണാനാവുന്നില്ല. ദൂരെ എവിടെയോ നിന്ന് എൻ്റെ കാരാഗൃഹ കവാടത്തിലൂടെ അകത്തെ കൂളിയിട്ട് കടന്നുവരുന്ന ഇത്തിരി വെട്ടത്തിൽ ചതുരാകൃതിയിലുള്ള ഈ മുറിയിൽ ഒന്നനങ്ങാൻ പോലും ആകാതെ ഞാൻ വീർപ്പുമുട്ടുകയാണ്. ഓരോ നിമിഷവും ചെയ്തുപോയ തെറ്റിനെക്കുറിച്ചും എൻ്റെ മുന്നിൽ തൂങ്ങി നിൽക്കുന്ന തൂക്കുകയറിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന എനിക്ക് എങ്ങനെയാണ് എഴുതാനാവുന്നത്? കൊലപാതകത്തിനും മരണത്തിനുമിടയിലുള്ള ദൂരം വളരെ ചെറുതായി വരുന്നു. ഈ ലോകം വിട്ടുപോകാനുള്ള സമയം അടുത്തടുത്ത് വരുന്നു. അങ്ങനെ തികച്ചും ശോഭജനകമായ തലച്ചോറുമായി ഓരോ നിമിഷവും ചെലവിടുന്ന എനിക്ക് ആർക്കെങ്കിലും വായിച്ചെടുക്കാൻ മാത്രം വ്യക്തതയോടെ എന്തെങ്കിലും എഴുതാനാകുമോ? അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണുള്ളത്? എനിക്ക് ചുറ്റുമുള്ള ജീവിതം തികച്ചും നിർജീവവും ശോകമൂകവുമാണെങ്കിലും എൻ്റെ ഉള്ളിലും ഒരു കൊടുങ്കാറ്റ് വീശുന്നതിനാവശ്യമായതെല്ലാം കരുപ്പിടിപ്പിച്ചിട്ടില്ലേ? ഈ ചിന്ത എന്നെ പെട്ടെന്നു തന്നെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. ഈ വിധ ചിന്തകൾ തന്നെയായിരുന്നു എൻ്റെ കരുത്ത്. എൻ്റെ അന്തരാത്മാവിൻ്റെ വേദനയെ ഒരു പുതിയ രൂപത്തിൽ ആവിഷ്കരിക്കുക. ഒന്നും മറ്റാർക്കും വേണ്ടി ആയിരുന്നില്ല. ഒരു കൊടും കുറ്റവാളിയായി തൂക്കുമരത്തിനു മുന്നിൽ മരണവും കാത്തുകിടക്കുന്ന എൻ്റെ ചിന്തകൾ ആർക്കു വേണം? എല്ലാം കുറിച്ചു വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചത് എനിക്കു വേണ്ടി മാത്രമായിരുന്നു. ഞാൻ എങ്ങനെയാണ് ഇത്രയും വേദനാജനകമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇനി എന്നെ ആർക്കും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇഹലോകത്തിനും പരലോകത്തിനും ഇടയ്ക്ക് തീർത്തും നിരാലംബമായ ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ആവശ്യത്തിലധികം വേദനയും ഭീകരതയും കുത്തി നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഈ കടലാസുകളിലേക്ക് മഷി തീരും വരെ പകർത്തി വയ്ക്കുക തന്നെ. എല്ലാം ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. എല്ലാ വസ്തുതകളെയും കാര്യകാരണ സഹിതം ഞാൻ എഴുതുകയാണ്. ഈ ലോകം എന്നെ വെറുക്കുമായിരിക്കും.
വെറുക്കട്ടെ, എത്ര വേണമെങ്കിലും വെറുക്കട്ടെ. ഞാൻ എന്തെഴുതിയാലും അതുകൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഉണ്ടാകാൻ പോകുന്നില്ല. ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റുകളിലും ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപമാനം, പീഡനം, അതെല്ലാം എന്തെല്ലാമായിരുന്നുവെന്ന് ഈ ലോകത്തെ അറിയിക്കാൻ ഇനി ഞാൻ ഉണ്ടാവില്ലല്ലോ. ഈ ലോകം എന്നെ വെറുക്കുന്നു. എല്ലായ്പ്പോഴും അതങ്ങനെ തന്നെ ആയിരുന്നു. അവരുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ഒരണുവിട പോലും സഹതാപമോ സാന്ത്വനമോ എന്നെക്കുറിച്ചുണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെയെല്ലാം ഈ അവസാന നാളുകളിലും ഭയക്കുന്നത്? എൻ്റെ ഹൃദയം മൂടിക്കെട്ടിയ ആകാശം പോലെ നിർജീവമായിരിക്കുന്നു. ഒരു കൊടുങ്കാറ്റിനുള്ള ഒരുക്കങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉരുവം കൊള്ളുന്നു. മരണം എന്നെ മുന്നിൽ നിന്ന് പരിഹസിക്കുന്നു. എൻ്റെ ദിവസങ്ങൾ വിരലിൽ എണ്ണാൻ മാത്രം ചുരുങ്ങിപ്പോയിരിക്കുന്നു. തൂക്കുമരത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരുവൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എത്രമാത്രം ബുദ്ധിപരമായാലും അതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണുള്ളത്? എനിക്ക് ചുറ്റിനുമുള്ള ഈ പ്രകാശത്തിൻ്റെ ചെറിയ നാളങ്ങൾ പോലും അണയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതം മരണമാകുന്ന അന്ധകാരത്തിലേക്ക് എടുത്തെറിയാൻ ഇനി അധികം കാത്തു നിൽക്കേണ്ടതില്ല. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേദന കടിച്ചമർത്തി ഓരോ നിമിഷവും ജീവിച്ചു തീർക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരിക്കും തൂക്കുമരത്തിൽ പ്രാണനെടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന വേദന. ഞാനിപ്പോൾ അനുഭവിക്കുന്ന വേദനയുടെ 100-1 പോലും വരികയില്ല ആ വേദനയെന്ന് എനിക്കറിയാം. അതാകട്ടെ എന്നെ എല്ലാ വേദനകളിൽ നിന്നും എന്നേക്കുമായി മോചിപ്പിക്കും. അടക്കിപ്പിടിച്ച ശ്വാസത്തിൻ്റെയും തടുത്തു നിർത്തിയ കണ്ണുനീരിൻ്റെയും തടയണകളെ ഞാൻ ദൂരേക്ക് തട്ടിമാറ്റും. അതിനുശേഷമോ മറ്റൊരു ലോകം, പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും പ്രകാശമാനമായ മറ്റൊരു ലോകം. പക്ഷേ അപ്പോഴും ഈ പ്രകൃതിയും ഈ ശുദ്ധവായുവും ഈ ജീവിതവും എനിക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ ചിന്തകൾ എത്രമാത്രം വികലമാണ്. ഒരു മനുഷ്യൻ്റെ ജീവനെ ഒരു മുഴം കയറിനാൽ എടുത്തു മാറ്റാനുള്ള അധികാരം ആരാണ് ഈ മനുഷ്യർക്ക് നൽകിയത്? നിങ്ങൾ തൂക്കിലേറ്റുന്ന മനുഷ്യനും പ്രാണനുണ്ട്, ബുദ്ധിയുണ്ട്, ബോധവും ഹൃദയവുമുണ്ട്. ഒരു തുണ്ട് കയറുകൊണ്ട് ഒരു നിമിഷ നേരം കൊണ്ട് നിങ്ങൾ അതെല്ലാം അവസാനിപ്പിക്കുന്നു. സുന്ദരമായ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവൻ്റെ ആഗ്രഹത്തെയും സ്നേഹനിബിഡമായ അവൻ്റെ ഹൃദയത്തെയും നിങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ ക്രൂരതകൾക്കൊക്കെ ആരാണ് നിങ്ങൾക്ക് മാപ്പ് തരുന്നത്? എൻ്റെ ഈ വിധ ചിന്തകളൊന്നും ഭരണകൂടങ്ങൾക്കോ നിയമദാതാക്കളായ വലിയ മനുഷ്യർക്കോ ദഹിക്കുകയില്ല. അവർ ചിന്തിക്കുന്നത് എൻ്റെ ചെറിയ ചിന്തകളേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തൂക്കിലേറ്റപ്പെടുകയെന്നു പറഞ്ഞാൽ ഒരു മുഴം കയറും ഒരു കഴുത്തും തമ്മിലുള്ള ബന്ധം മാത്രമാണ്. പ്രതികാരം ചെയ്യുകയെന്നത് മാത്രമാണ് അവരുടെ ധർമ്മം. അതിൽ കവിഞ്ഞതൊന്നും അവർക്കറിയേണ്ടതില്ല. അവർ തൂക്കിലേറ്റുന്ന മനുഷ്യന് ഭാവിയോ ഭൂതമോ വർത്തമാനമോ ഇല്ല. അത് വെറുമൊരു വസ്തു മാത്രം. എൻ്റെ വേദനകളെ ഇല്ലാതാക്കാനാണ് ഞാനിതെല്ലാം എഴുതുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ വേദനകളെ ഈ പേപ്പർ കഷ്ണത്തിനുള്ളിൽ വരച്ചിടുമ്പോഴും എൻ്റെ ഹൃദയം വേദന കൊണ്ട് നുറുങ്ങുന്നത് ആരാണ് കാണുന്നത്? ആരാണത് അറിയുന്നത്? ആരെങ്കിലും എന്നെങ്കിലും ഈ കടലാസു കഷ്ണങ്ങൾ വായിച്ച് എത്രമാത്രം വേദനയോടെയാണ് ഒരു മനുഷ്യൻ തൻ്റെ പ്രാണനെ ഉപേക്ഷിച്ചതെന്ന് മനസ്സിലാക്കുമോ? ഒരിക്കലും ഒരു കാലത്തും ഇതൊന്നും ആരും വായിക്കണമെന്നില്ല. ഒരു ചെറുവേദനയിൽ ഒരു ജീവനെ അതിൻ്റെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റുന്നത് കാണുമ്പോൾ അവർക്കൊക്കെ വലിയ അഭിമാനം തോന്നുമായിരിക്കും. നിയമം എത്ര കർക്കശമാണെന്നോർത്ത് അവർ സന്തോഷിക്കുമായിരിക്കും. എന്നാൽ ഇതിൽ എന്തു നന്മയാണ് അടങ്ങിയിട്ടുള്ളത്? ഒരു മനുഷ്യൻ ആ അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന നിമിഷം വരെ അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കാൾ വലുതാണോ അത്? ഇല്ല, ഇതൊന്നും ആരും ഒരിക്കലും വായിക്കണമെന്നില്ല. എന്നെങ്കിലും ഒരു ദിവസം ഒരു കാറ്റിൽപ്പെട്ട് വിശാലമായ ഈ നടുമുറ്റത്തുകൂടി പറന്ന് മണ്ണും പൊടിയും ഏറ്റുവാങ്ങി ഇവിടെ തന്നെ അവസാനിച്ചേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കച്ചവടക്കാരൻ അതെടുത്ത് സാധനങ്ങൾ പൊതിഞ്ഞുകൊടുക്കാൻ ഉപയോഗിച്ചേക്കാം. എൻ്റെ പ്രാണനെ ഈ പ്രകൃതി ഏറ്റെടുത്ത പോലെ എൻ്റെ ഈ അബദ്ധചിന്തകളുടെ ഭാരം പേറുന്ന അക്ഷരങ്ങളെയും അതിൻ്റെ ഹൃദയത്തിലേക്ക് സ്വാംശീകരിച്ചേക്കാം. എൻ്റെ ഈ കുറിപ്പുകൾ എന്നെങ്കിലും ഒരിക്കൽ
ആരുടെയെങ്കിലും ശ്രദ്ധയെ ആകർഷിച്ചാൽ ഒരുപക്ഷെ ഈ വിധം മനുഷ്യരെ തൂക്കുമരത്തിലേറ്റ് ജീവനെടുക്കുന്നതിനെതിരെ ഒരു വലിയ സംവാദം തന്നെ നടന്നേക്കും. അങ്ങനെയെങ്കിൽ ഒരു കുറ്റവാളിയോ അല്ലെങ്കിൽ ഒരു നിരപരാധി തന്നെയോ തൂക്കിലേറ്റപ്പെടുന്നതിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെട്ടേനെ. ഒരാൾക്ക് തൂക്കുകയർ വിധിക്കുന്നതിൽ നിന്നും ന്യായാധിപന്മാർ ഒഴിഞ്ഞു മാറിയേനെ. അങ്ങനെ ഞാൻ കടന്നുവന്ന ഈ മാനസികാവസ്ഥയിലേക്ക് മറ്റൊരു മനുഷ്യൻ കൂടി കടന്നു വരുന്നത് എന്നേക്കുമായി അവസാനിച്ചേനെ. എന്നാൽ അതുകൊണ്ടൊക്കെ എനിക്കെന്ത് നേട്ടമാണുണ്ടാകുന്നത്? അപ്പോഴേക്കും എൻ്റെ തല ഉടലിൽ നിന്നും വേർപെട്ടു കഴിഞ്ഞിരിക്കും. മറ്റുള്ളവരുടെ കഴുത്തിൽ തൂക്കുകയർ മുറുകുകയോ മുറുകാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഞാനിതെല്ലാം അനുഭവിച്ചതിന് ശേഷം ഈ ദുർനടപടി എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ട് എനിക്കെന്ത് കാര്യം? എന്നേക്കുമായി സൂര്യൻ്റെ പൊൻകിരണങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടതിനു ശേഷം, വസന്തകാലം നഷ്ടപ്പെട്ടതിന് ശേഷം, മനോഹരമായ പൂക്കളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടതിന് ശേഷം, പ്രഭാതത്തിൽ എന്നെ ഉറക്കത്തിൽ നിന്നും വിളിച്ചുണർത്തുന്ന പക്ഷികളുടെ കളകളാരവം നഷ്ടപ്പെട്ടതിനു ശേഷം, പ്രകൃതിയും മേഘങ്ങളും സ്വാതന്ത്ര്യവും ജീവൻ തന്നെയും നഷ്ടപ്പെട്ടതിനു ശേഷം ഈ കിരാതവൃത്തി അവസാനിപ്പിച്ചിട്ട് എനിക്കെന്തു കാര്യം? ഇല്ല, മരണത്തിലേക്ക് നടന്നടക്കുവാൻ ഞാൻ ഒരുക്കമല്ല. എനിക്കെന്നെ തന്നെ രക്ഷിക്കേണ്ടതുണ്ട്. കഴുമരത്തിലേക്കുള്ള യാത്ര തടുക്കുവാൻ എന്നെക്കൊണ്ടാവില്ലെന്നുണ്ടോ? നാളെ അല്ലെങ്കിൽ ഇന്നു തന്നെ എന്നെ ഈ തടവറയിൽ നിന്നും വിളിച്ചിറക്കി കൊലമരത്തിലേക്ക് കൊണ്ടുപോകില്ലെന്ന് ആര് കണ്ടു? ഈ ഒരു ചിന്ത മാത്രം മതി ഈ നിമിഷം ഈ കാരാഗൃഹത്തിൻ്റെ കരിങ്കൽ ചുമരുകളിൽ തലയിടിച്ച് തലച്ചോർ തെറിപ്പിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ. ഇനി എനിക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നത് എത്ര സമയമാണെന്ന് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. ശിക്ഷ കഴിഞ്ഞ് 3 ദിവസത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട് എനിക്ക് അപ്പീലിന് പോകാൻ. കുറഞ്ഞത് 8 ദിവസത്തെ കോടതിയിലെ അവഗണനയ്ക്ക് ശേഷമായിരിക്കും എൻ്റെ അപ്പീൽ മന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത്. ഇനി മന്ത്രിയുടെ ഓഫീസിൽ എത്തിയാലോ ഒരു 15 ദിവസമെങ്കിലും ഒരു തീരുമാനത്തിനായി അവിടെ കെട്ടിക്കിടക്കും. മന്ത്രിയുടെ അംഗീകാരം കിട്ടിയതിനു ശേഷമേ അപ്പീൽ കോടതിയിലേക്ക് എൻ്റെ പരാതി പോവുകയുള്ളൂ. അപ്പീൽ കോടതിയിലാകട്ടെ നമ്പറിട്ട് കേസ് ഏതു വിഭാഗത്തിലാണെന്ന് തീരുമാനിച്ച് രജിസ്ട്രേഷൻ നടപടികൾ എടുത്തു വരുമ്പോഴേക്കും പിന്നെയും സമയമെടുക്കും. എൻ്റെ ഊഴമാകുന്നതുവരെ കാത്തിരിക്കേണ്ടിയും വരും. കുറഞ്ഞത് ഒരു 15 ദിവസത്തെ കാലതാമസം അവിടെയും ഉണ്ടാകും. ഇനി അവസാനം അപ്പീൽ കോടതി കൂടിയാലോ? മിക്കവാറും അതൊരു വ്യാഴാഴ്ചയായിരിക്കും. ഒരു 20 അപേക്ഷയെങ്കിലും ഒറ്റയടിക്ക് തള്ളിക്കളഞ്ഞിരിക്കും. എന്നിട്ട് അപ്പീൽ ഉത്തരവ് മന്ത്രിയുടെ ഓഫീസിലേക്കും അവിടെ നിന്ന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കയ്യിലേക്കും എത്തിക്കും. ഉത്തരവ് കയ്യിലെത്തിക്കഴിഞ്ഞാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തൻ്റെ കഴുത്തിലെ ടൈ അല്പം മുറുക്കി പിടിച്ചുകൊണ്ട് സ്വയം പറയും, അങ്ങനെ ആ അധ്യായവും അവസാനിച്ചിരിക്കുന്നു എന്ന്. കോടതിയിലെ ശിപായി അപ്പീൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തൂക്കിലേറ്റാനുള്ള തീയതിയും നമ്പരും കുറിക്കുന്നു. എന്നിട്ടത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം ജയിലിലേക്ക് അയക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ ഒരു പൊതുസ്ഥലത്ത് തൂക്കുമരം തയ്യാറാക്കുന്നു. പത്രങ്ങൾ തൂക്കിലേറ്റപ്പെടുന്നവൻ്റെ ചരിത്രവും പശ്ചാത്തലവും പൊടിപ്പും തൊങ്ങലും വെച്ച് നിറം പിടിപ്പിച്ച് എഴുതിപ്പിടിപ്പിക്കുന്നതോടെ ജനങ്ങളുടെ ആരവവും ആഹ്ലാദവും ഉയർന്നു വരും. കുറഞ്ഞത് 6 ആഴ്ച കൊണ്ട് എല്ലാം അവസാനിക്കുമായിരിക്കും, അല്ലെങ്കിൽ 5 ആഴ്ച, അത്രമാത്രം. പക്ഷേ എനിക്കത് പറയാൻ ധൈര്യമില്ല. ബിസ്ട്രേയിലെ ജയിലിനുള്ളിലാണ് ഞാനിപ്പോഴും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അപ്പീൽ കോടതി എൻ്റെ അപേക്ഷ തള്ളിയിട്ട് ഇപ്പോൾ 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഒരു വിൽപത്രം എഴുതിയുണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് തികച്ചും നിരർത്ഥകമായൊരു പണി തന്നെയാണ്. എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം കേസിൻ്റെ ആവശ്യത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടുകയെന്നത് ചെലവേറിയ ഒരു പണി തന്നെയാണ്. എനിക്കൊരമ്മയും ഭാര്യയും മകളുമുണ്ട്. എൻ്റെ മകൾ തീരെ കുട്ടിയാണ്. അവൾക്ക് 3 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അവൾ സുന്ദരിയാണ്. കറുത്ത വലിയ കണ്ണുകളും ചെസ്നട്ടിൻ്റെ നിറം പോലെ സ്വർണ്ണവർണ്ണമാർന്ന മുടിയും അവളെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു. എൻ്റെ മോളെ ഞാൻ അവസാനമായി കണ്ടത് അവൾക്ക് 2 വയസ്സും
1 മാസവും പ്രായമുള്ളപ്പോഴാണ്. ഞാൻ മരിച്ചാൽ 3 പേർക്കാണ് നാഥനില്ലാതാവുന്നത്. ഒരു പുത്രനില്ലാത്തവൾ, ഒരു ഭർത്താവില്ലാത്തവൾ, ഒരച്ഛനില്ലാത്തവൾ. വ്യത്യസ്തരായ 3 അനാഥകൾ. നിയമം അതിൻ്റെ കാർക്കശ്യം പ്രകടിപ്പിക്കുമ്പോൾ അനാഥരാക്കപ്പെടുന്ന 3 സ്ത്രീരൂപങ്ങൾ. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ കുറ്റവാളിയാണ്, ഞാൻ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. എന്നാൽ അവരോ? ഇത്രയും വലിയൊരു ശിക്ഷ ഏറ്റുവാങ്ങുവാൻ മാത്രം അവരെന്തു തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഇല്ല, അവർ ഒരു തെറ്റും ചെയ്യാതെ തന്നെ നാശത്തിൻ്റെ ഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെടുന്നു. ഇതാണ് നീതിയുടെ സാരാംശം. ഇതുതന്നെയാണ് നീതിയുടെ അനീതി. വൃദ്ധയായ എൻ്റെ പാവം മാതാവിനെക്കുറിച്ചോർത്ത് എനിക്ക് വലിയ ഉത്കണ്ഠയില്ല. അവർക്ക് പ്രായം 64 കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ എന്നെ തൂക്കിലേറ്റിയെന്നറിയുന്ന നിമിഷം ആ ആഘാതത്തിൽ തന്നെ അവർ ഇല്ലാതായേക്കാം. അല്ലെങ്കിൽ കുറച്ചു നാളുകൾ കൂടി ഏന്തി വലിഞ്ഞ് അവർ ജീവിച്ചേക്കാം. ഇനി എൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ വളരെ ദുർബലയാണ്. അവളുടെ മാനസികാവസ്ഥ തന്നെ തകിടം മറിഞ്ഞിരിക്കുന്നു. കാലങ്ങളായി അവൾ രോഗിയായി കിടപ്പിലാണ്. എൻ്റെ മരണം കേൾക്കുന്ന മാത്രയിൽ അത് താങ്ങാനാവാതെ അവളും മരിച്ചേക്കാം. അല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്ത് പിടിച്ചേക്കാം. ഭ്രാന്ത് പിടിച്ചവർക്ക് ആയുസ് കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ അവളുടെ തലച്ചോർ ശൂന്യമായതിനാൽ അവൾക്ക് ദുഃഖിക്കാൻ ഒന്നുമില്ലായിരിക്കുമല്ലോ. അവളെല്ലാം മറന്ന് എപ്പോഴും ഉറങ്ങിക്കൊള്ളും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നതും എന്നവസ്ഥയിലായിരിക്കും അവൾ. പക്ഷേ എൻ്റെ മകൾ, എൻ്റെ പൊന്നുമോൾ, എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ മേരി, അവൾ ഇപ്പോഴും യാതൊന്നും അറിയാതെ, യാതൊന്നും ചിന്തിക്കാനാകാതെ കളിക്കുകയും ചിരിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ടാവും. അവളെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് എൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത്, എൻ്റെ ശരീരത്തെ കുത്തി വേദനിപ്പിക്കുന്നത്. അതോർക്കുമ്പോൾ തന്നെ ഞാൻ തകർന്നു പോവുകയാണ്.